So we are moving to our next set of exercise 3.8. ഈ ഒരു എക്സസൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന നമ്പറിൽ നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഓരോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the numerator of a fraction is 4 less than the denominator. അതായത് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഡിനോമിനേറ്ററിനേക്കാൾ 4 കുറവാണ്. ഓക്കെ, ആ കണ്ടീഷൻ, ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് if the numerator is decreased by 2, ന്യൂമറേറ്ററിൽ നിന്നും 2 കുറച്ചതിന് ശേഷം ഡിനോമിനേറ്ററിന്റെ കൂടെ നമ്മൾ 1 കൂട്ടുന്നു, അതായത് and denominator is increased by 1, then the denominator is 8 times the numerator. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിന്റെ 8 times ആവും ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ കാര്യം നല്ല രീതിയിൽ ക്ലിയർ ആണല്ലോ. നമുക്കൊരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഈസ് 4 ലെസ് ദാൻ ഡിനോമിനേറ്റർ. ഓക്കെ, അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എത്രയാണോ അതിൽ നിന്നും 4 കുറവാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത എന്താണ്, ഫ്രാക്ഷൻ എന്താണെന്നാണ് അറിഞ്ഞൂടാത്തത്. ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കണ്ടുപിടിക്കണം. സോ ഐ ആം ടേക്കിംഗ് 2 വേരിയബിൾസ് x and y such that x is the numerator of the fraction and y is the denominator of the fraction. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രാക്ഷൻ എങ്ങനെ വരും, x by y എന്നായിരിക്കും വരുന്നത് ആണല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ന്യൂമറേറ്റർ ഈസ് 4 ലെസ് ദാൻ ദി ഡിനോമിനേറ്റർ, അതായത് x എന്ന് പറയുന്നത് y യേക്കാൾ 4 കുറവാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, x is equal to y minus 4. ഓക്കെ, ആൻഡ് അതിന് ഞാൻ എന്താണ്, വേരിയബിൾസിന് ഒരു സൈഡിലും കോൺസ്റ്റന്റ് ടേം ഒരു സൈഡിലും ആയിട്ട് എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. അപ്പം എക്സ് ഈ ഒരു പ്ലസ് വൈ ഇപ്പുറം വരുമ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും, -4 എന്നാണ് വരുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ നിന്നും 2 കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ ആണ് എക്സ്, എക്സിൽ നിന്നും ഞാൻ 2 കുറച്ചു, ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടണം. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ ആണ് വൈ, അതിന്റെ കൂടെ 1 കൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 കണ്ടീഷൻ നമ്മൾ എടുത്താൽ എനിക്ക് പറയാൻ പറ്റും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ 8 മടങ്ങാണ് ആണല്ലോ. അപ്പോ ന്യൂമറേറ്ററിൽ നിന്ന് 2 കുറച്ചു, അതേപോലെ ഡിനോമിനേറ്ററിൽ നിന്ന് 1 കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ആരാണ്, y plus 1. ഇതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, ന്യൂമറേറ്ററിന്റെ 8 ടൈംസ്. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ 8 into x minus 2 is equal to y plus 1. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ അടുത്ത് നമ്മൾ ചെയ്യുന്നു. 8x minus 16 is equal to y plus 1. 8x minus y is equal to 70. കാരണം എന്താണ്, ഈ പ്ലസ് y ഇപ്പുറം കൊണ്ടുപോയി മൈനസ് ആയി, ഈ മൈനസ് 16 അപ്പുറം കൊണ്ടുപോയി പ്ലസ് 16 ആയി. 1 plus 16 is equal to 17 ആയി. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ. അപ്പൊ നമുക്ക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ I am using elimination method. Equation 2 minus equation 1. കാരണം എന്താണ്, ഇവിടെ y യുടെ കോഎഫിഷ്യന്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ സിമ്പിളും സെയിം ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, we have to subtract one equation from another. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷനെ കുറയ്ക്കുമ്പോൾ എനിക്ക് 8x ൽ നിന്ന് ഒരു x പോകുമ്പോൾ 7x മൈനസ് വൈ, മൈനസ് ഓഫ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അതേപോലെ 17 മൈനസ് ഓഫ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 17 പ്ലസ് 4 ഇസ് ഈക്വൽ ടു എത്രയാണ്, 21 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്, 3 ആണ് കിട്ടുന്നത്. അതായത് എനിക്ക് എന്ത് കിട്ടി, ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡിനോമിനേറ്ററിനെ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ 4 കുറവാണ് ആണല്ലോ. അപ്പൊ ആ ഒരു കണ്ടീഷൻ x ഈസ് ഈക്വൽ ടു y മൈനസ് 4 അതിൽ ഞാൻ കൊടുത്താൽ എനിക്ക് പറഞ്ഞൂടെ, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ കൂടെ 4 കൂട്ടുന്നതായിരിക്കും. അപ്പൊ എനിക്കിവിടെ 3 ആണ് ന്യൂമറേറ്റർ കിട്ടിയത്, അതിന്റെ കൂടെ 4 കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 7. സോ ദാറ്റ് ഈസ് ദ ഡിനോമിനേറ്റർ ഓഫ് അവർ ഫ്രാക്ഷൻ. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫ്രാക്ഷൻ എന്തായിട്ട് വരും, x by y ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറയാം, 3/7. Okay, the required fraction is this. So we are moving to our second question. Question എങ്ങനെയാണ്, a fraction becomes 9/11 if 2 is added to both numerator and denominator. ന്യൂമറേറ്ററിന്റെ കൂടെയും ഡിനോമിനേറ്ററിന്റെ കൂടെയും ഒരേ സമയം നമ്മൾ 2 ആഡ് ചെയ്താൽ നമുക്ക് ആ ഫ്രാക്ഷൻ എത്രയാവും എന്നാണ് പറയുന്നത്, 9/11 ആകും എന്നാണ് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, if 3 is added to both the numerator and denominator it becomes 5/6. നമ്മൾ 2ന് പകരം 3 ആണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും, 5/6 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ we have to find the fraction. Okay, അപ്പോൾ fraction ആണ്, it contains a numerator and denominator. So I am taking variables x and y such that
x is the numerator of the given fraction and y is the numerator of the particular fraction. Okay, അങ്ങനെ ഈ ഫ്രാക്ഷൻ എനിക്ക് എങ്ങനെ എഴുതാം? x by y is equal to fraction. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എക്സസൈസ് ഫുള്ള് നമ്മൾ ഫ്രാക്ഷൻസിൽ ഓരോ രീതിയിലുള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഈ ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? ആ തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെയും ഡിനോമിനേറ്ററിന്റെ കൂടെയും 2 ആഡ് ചെയ്താൽ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? 9/11 ആണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ആയ എക്സിന്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു, വൈയുടെ കൂടെ 2 ആഡ് ചെയ്യുന്നു, ഫ്രാക്ഷൻ ബിക്കംസ് 9/11. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും കൂടെ 3 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5/6 കിട്ടും എന്ന് പറയുന്നു. സോ ന്യൂമറേറ്ററിന്റെ കൂടെ 3 ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിന്റെ കൂടെ 3 ആഡ് ചെയ്തു, ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 5/6 ആയിട്ട് മാറി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 into x is equal to 11x. 2 into 11 is equal to 22 is equal to 9y അതേപോലെ പ്ലസ് 18. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ വേരിയബിൾസിന്റെ ഒരു സൈഡിലും കോൺസ്റ്റന്റ് ടേം മറ്റൊരു സൈഡിലും ഇക്വേഷന്റെ മറ്റൊരു സൈഡിലുമായിട്ട് അറേഞ്ച് ചെയ്യാണ്. അപ്പൊ 11x minus 9y is equal to -4 which is the first linear equation. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കാം. ഇതിനെ ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 into x is equal to 6x, 6 into 3 is equal to 18, 5 into y is equal to 5y, 5 into 3 is equal to 15. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6x minus 5y is equal to -3 which is the second linear equation. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെ നമ്മൾ ചെയ്തത്? 2 ലീനിയർ ഇക്വേഷൻസ് തന്നിരുന്നാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനെ എന്ത് ചെയ്യുക? നമ്മൾ സെലക്ട് ചെയ്യുക, അതിൽ നിന്നും ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിന്റെ ടേംസിൽ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക, എന്നിട്ട് നേരത്തെ നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ അതിൽ ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നോക്കുക. ഞാനിവിടെ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും എക്സിന് ഇൻ ടേംസ് ഓഫ് y ഇതാ നോക്ക്. എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു -3 ഉണ്ട്. ഈ -5y അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? +5y ആയിട്ട് മാറും. ഈ എക്സിന്റെ കൂടെയുള്ള 6നെ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എനിക്ക് x ഈസ് ഈക്വൽ ടു -3 + 5y divided by 6. okay, which is the third equation. okay, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ ഇക്വേഷനെ ഏതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഞാൻ വേരിയബിൾ എടുത്തതിലല്ല, അല്ലാത്തതിലെ ഇക്വേഷൻ, അല്ലാത്ത ലീനിയർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 11x minus 9y is equal to -4. അതിൽ എക്സിന്റെ വാല്യൂ -3 + 5y by 6 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 11 into x, എക്സിന് പകരം -3 + 5y divided by 6 -9y is equal to എത്രയാണ്? -4. ഓക്കെ, ഇനി ഇതിനെ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? -3 into 11 is equal to -33. 5y into 11 is equal to 55y. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 6 ഇല്ലേ? ഈ 6നെ ഇവിടെ എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 6 into 9 is equal to ഇവിടെ ഒരു മൈനസും കൂടെ -54y. all divided by 6 എന്നാണ്. ഈ 6നെ നമ്മൾ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 6 into -4 is equal to -24. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ 55y ൽ നിന്ന് 54y കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1y. അതായത് നമുക്ക് y. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ -24 ഉണ്ട്, ഇവിടെ -33 ഉണ്ട്. ഈ -33 അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം, +33 ആയിട്ട് മാറും. അപ്പൊ 33 - 24 നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ദാറ്റ് ഈസ് അവർ ഡിനോമിനേറ്റർ is 9. okay, ഇനി next we have to find the numerator of the particular fraction. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു in terms of y, x in terms of y. okay, അപ്പൊ numerator in terms of denominator. അപ്പൊ x is equal to -3 plus 5 into y. 5 into 9 is equal to 45 divided by 6. അപ്പോ 45 minus 3 is equal to 42 divided by 6 is equal to 7. So the required fraction is x by y, which is equal to 7/9. Okay. So we are moving to the third question of our exercise. അപ്പോൾ question ഇങ്ങനെയാണ്: a fraction becomes 1/3 if 1 is subtracted from both its numerator and denominator. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ ആ ഒരു ഫ്രാക്ഷൻ 1/3 ആയിട്ട് മാറും. രണ്ടാമത്തെ കണ്ടീഷൻ, if 1 is added to both the numerator and denominator it becomes 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും. So we have to find the particular fraction. okay, appo adinu vendite nammal endu cheya? First we are taking variables for the numerator and denominator of the respective particular fraction. okay, appo അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? x by y ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്?
ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 1 കുറച്ചാൽ ആ ഫ്രാക്ഷൻ 1/3 ആയിട്ട് മാറും. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ന്യൂമറേറ്ററിന്റെ കൂടെയും ഡിനോമിനേറ്ററിന്റെ കൂടെയും 1 ആഡ് ചെയ്താൽ ആ ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? x minus 1 divided by y minus 1 is equal to 1/3. അതേപോലെ x plus 1 divided by y plus 1 is equal to എത്രയാണ്? 1/2. ഇനി എങ്ങനെ ചെയ്യാം? നോക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3x minus 3 okay is equal to 1 into y minus 1 y minus 1 is equal to, ഇനി വേരിയബിൾസിനെ ഒരു സൈഡിലും കോൺസ്റ്റന്റ് ടേമിനെ മറ്റൊരു സൈഡിലുമായിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. 3x minus y is equal to 2 which is taken as the first linear equation. okay, രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ന്യൂമറേറ്ററിന്റെ കൂടെയും ഡിനോമിനേറ്ററിന്റെ കൂടെയും 1 ആഡ് ചെയ്തു, ആ ഫ്രാക്ഷൻ 1/2 ആയി. x plus 1 divided by y plus 1 is equal to 1/2. I am going to cross multiply this equation. അപ്പോൾ 2x plus 2 is equal to y plus 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2x minus y is equal to എത്രയാണ്? 1 minus 2 is equal to -1 which is taken as the second linear equation. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നോക്കുമ്പോൾ എന്റെ ഈ ഇക്വേഷനിൽ y എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, അതേപോലെ സിംബലും സെയിം ആണ്. സോ ഐ ആം ഗോയിങ് ടു സബ്ട്രാക്ട് വൺ ഇക്വേഷൻ ഫ്രം അനദർ. അപ്പോൾ ഈ കുറച്ച് വലിയ കോഎഫിഷ്യന്റ് ഉള്ളതിൽ നിന്നും ചെറുതിനെ കുറയ്ക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനെ കുറയ്ക്കുകയാണ്. 3x minus 2x is equal to x minus y minus of minus y is equal to minus y plus y is equal to 0. അപ്പോൾ x മാത്രമേ ഉള്ളൂ നമ്മുടെ LHS is equal to 2 minus of minus 1 is equal to 2 plus 1 is equal to 3. നമുക്ക് x ന്റെ വാല്യൂ എന്തായിട്ട് കിട്ടി? +3 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് y യുടെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഈ ഫസ്റ്റ് ഇക്വേഷൻ നിന്നും ഈ -y അപ്പുറം കൊണ്ടുപോകുമ്പോൾ +y, അതേപോലെ 2 ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ -2. അപ്പോൾ എനിക്ക് എഴുതിക്കൂടെ? y is equal to 3x minus 2 which is equal to 3 into 3 is equal to 9 minus 2 is equal to 7. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആണ് which is equal to 3/7. okay, so we are moving to the fourth question of our exercise. അപ്പോൾ question എങ്ങനെയാണ്? if we add 1 to the numerator and subtract 1 from the denominator. okay, അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ നിന്നും 1 കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഫ്രാക്ഷൻ 1 ആയിട്ട് മാറുക എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം എന്ന് പറഞ്ഞാൽ 1/1 എന്ന് എഴുതാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ ബിക്കംസ് 1/2. ആ ഒരു ഫ്രാക്ഷൻ 1/2 ആവും എപ്പോഴാണ്? ഇഫ് വി ഓൺലി ആഡ് 1 ടു ദി ഡിനോമിനേറ്റർ. നമ്മൾ ഡിനോമിനേറ്ററിൽ മാത്രം 1 ആഡ് ചെയ്താൽ ആ ഒരു ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്ററിന് വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യണം. So x is the numerator and y is the denominator. x/y is the fraction. First condition അനുസരിച്ച് ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിൽ നിന്നും 1 മൈനസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 1 ആണ് കിട്ടിയത്. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഡിനോമിനേറ്ററിൽ മാത്രം എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്താൽ എനിക്ക് ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻസ് കൊടുത്തു. ഈ രണ്ട് കണ്ടീഷൻസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പാകത്തിനുള്ള ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ, ഇതിന്റെ അർത്ഥം 1/1 എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus 1 is equal to y plus 1 എന്ന് കിട്ടും. കാരണം എന്താണ്? x plus 1 into 1 is equal to 1 into y minus 1. ഓക്കെ, ഇനി നമ്മൾ വേരിയബിൾസിനെ ഒരു സൈഡിലും ടേംസിനെ മറ്റൊരു സൈഡിലും കൊടുക്കുമ്പോൾ x minus y is equal to എത്ര എന്ന് കിട്ടും? -2 എന്നാണ് കിട്ടുന്നത്. സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച് എനിക്ക് എങ്ങനെ എഴുതാം? 2x is equal to 1 into y plus 1 is equal to y plus 1. ഇനി അറേഞ്ച് ചെയ്യുമ്പോൾ 2x minus y is equal to 1 which is taken as the second linear equation. അപ്പോൾ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ y എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, സിംബലും സെയിം ആണ്. സോ വി ഹാവ് ടു സബ്ട്രാക്ട് വൺ ഇക്വേഷൻ ഫ്രം അനദർ. ഇതിന്റെ x ന്റെ കോഎഫിഷ്യന്റ് വലുതായതുകൊണ്ട് ഞാൻ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അപ്പോൾ 2x minus x is equal to x ആണ് കിട്ടുന്നത്. minus y minus of minus y is equal to minus y plus y is equal to 0. അതേപോലെ 1 minus of minus 2 is equal to 1 plus 2 is equal to 3. അപ്പോൾ എനിക്ക് x ന്റെ വാല്യൂ, that is the numerator of the particular fraction, is 3. അതേപോലെ ഡിനോമിനേറ്ററിന്റെ കണ്ടീഷൻ എന്താണ്? ഇവിടെ നോക്കുക, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. എനിക്ക് പറഞ്ഞൂടെ x is equal to x minus 2, ഈ -2 അപ്പുറം വരുമ്പോൾ +2 is equal to y. അപ്പോൾ y is equal to x plus 2 which is equal to 5. That is the required fraction is x/y is equal to 3/5. Okay. So we are moving to the fifth question of our exercise. Question എങ്ങനെയാണ്?
the sum of the numerator and denominator of a fraction is 12. അതായത് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് ദ ഡിനോമിനേറ്റർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 3, ഡിനോമിനേറ്റർ മാത്രം നമ്മൾ ഒരു 3 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും. then we have to find the fraction. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വേരിയബിൾസ് ആയിട്ട് എടുത്തു. x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കൂട്ടുമ്പോൾ 12 കിട്ടും. ദാറ്റ് മീൻസ് ഇവിടുത്തെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് x + y = 12, which is the first linear equation. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിൽ മാത്രം എന്ത് ചെയ്യുക? ഒരു 3 ആഡ് ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും എന്ന് പറയുന്നു. അപ്പൊ ന്യൂമറേറ്ററിന് മാറ്റമൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ എത്ര കൊടുക്കുന്നു? ഒരു 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ എത്രയാണ്? 1/2. അങ്ങനെയാണെങ്കിൽ x × 2 = 2x y + 3. ഓക്കെ, ഇനി 2x - y = 3, which is the second linear equation. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്റെ y എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? സെയിം ആണ്, പക്ഷെ സിമ്പിൾ ഡിഫറെന്റ് ആണ്. സിമ്പിൾ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ we have to add the pair of linear equation. Okay, അപ്പൊ ഞാൻ equation 1 + equation 2 gives x + 2x = 3x = 12 + 3 = 15. That means x = 15 / 3 = 5. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് y എനിക്ക് എങ്ങനെ പറയാം? 12 - x എന്ന് പറയാൻ പറ്റും. അപ്പോൾ 12 - x = 12 - 5 = 7. So our required fraction x/y = എത്രയാണ്? 5/7. Clear? So we are moving to the sixth question of our exercise 3.8. Question എങ്ങനെയാണ്? When 3 is added to the denominator and 2 is subtracted from the numerator. ഡിനോമിനേറ്ററിന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നു, ന്യൂമറേറ്ററിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്താൽ ആ ഒരു ഫ്രാക്ഷൻ എന്തായിട്ട് മാറും എന്നാണ് പറയുന്നത്? 1/4 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. And when 6 is added to the numerator, ന്യൂമറേറ്ററിന്റെ കൂടെ 6 ആഡ് ചെയ്യുന്നു and denominator is multiplied by 3. ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? 2/3 ആയിട്ട് മാറും. We have to find the particular fraction. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു ഫ്രാക്ഷന്റെ പാർട്സ് ആയ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ പകരം വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു x and y such that x is the numerator and y is the denominator of the particular fraction. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ എങ്ങനെ വരും? x/y എന്നാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ന്യൂമറേറ്ററിൽ നിന്നും 2 കുറച്ച് ഡിനോമിനേറ്റർ കൂടെ 3 കൂട്ടിയാൽ ആ ഫ്രാക്ഷൻ 1/4 ആയിട്ട് മാറും ആണല്ലോ. ഇനി ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x - 8 = y + 3 എന്ന് പറഞ്ഞു കിട്ടും. 4x - y = 3 + 8 = 11, which is taken as the first linear equation. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്ററിന്റെ കൂടെ 6 ആഡ് ചെയ്യണം ആൻഡ് ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x + x / 3y = 2/3. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x + 18 = 6y എന്ന് പറഞ്ഞു കിട്ടും. ആൻഡ് എനിക്ക് ഇതിനെ 3x - 6y = -18 എന്ന് പറഞ്ഞു എഴുതാം. ഈ ഒരു ആൾ ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3 / 3 1. ഓക്കെ, -6 / 3 -2, -18 / 3 = -6, which is taken as the second linear equation. ഇനി ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്താണ്? ഒരു വേരിയബിളിന്റെയും കോഎഫിഷ്യന്റ് സെയിം അല്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒന്നിനെ എന്ത് ചെയ്യുന്നു? കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെയാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു -y, ഇവിടെ ഒരു -2y ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയാകും. ഓക്കെ, അപ്പൊ നോക്കുമ്പോ 4x-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8x മൈനസ് y 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -2y, 11നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22, which is taken as the third linear equation. ഈ സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ ഞാൻ ഇതിന്റെ താഴോട്ട് എഴുതുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും y എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, സിമ്പലും സെയിം ആണ്. നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ കോഎഫിഷ്യന്റ് വലുതായതിൽ നിന്നും ചെറുതായതിനെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം, ഒരു കുഴപ്പമില്ല. സൈൻ കൺവെൻഷൻ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ 8x-ൽ നിന്നും x പോകുമ്പോൾ 7x, അതേപോലെ 22 -6 = 28. സോ 28 / 7 = എത്രയാണ്? 4. അപ്പൊ x-ന്റെ വാല്യൂ കിട്ടി, 4 കിട്ടി. ആൻഡ് y-യുടെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നോക്കാം. 4x - y = 11 ഉണ്ടായിരുന്നു. അപ്പൊ ഈ -y അപ്പുറം പോയിട്ട് 11 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എനിക്ക് എഴുതാം y = 4x - 11. അപ്പൊ 4 × 4 = 16, 16 - 11 = 5. That means our required fraction x/y = 4/5. Okay, so we are moving to the
Seventh question of our exercise. Question ഇങ്ങനെയാണ്. The sum of a numerator and denominator of a fraction is 18. ഓക്കെ, അതായത് ഒരു ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും കൂടെ കൂട്ടുമ്പോൾ, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 18 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഡിനോമിനേറ്റർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 2, ഡിനോമിനേറ്റർ മാത്രം നമ്മൾ ഒരു 2 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ ഈസ് റെഡ്യൂസ്ഡ് ടു 1/3. ആ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറും? 1/3 ആയിട്ട് കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഫ്രാക്ഷന്റെ പാർട്സ് ആണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു എക്സ് ആൻഡ് വൈ. എക്സ് ന്യൂമറേറ്ററും വൈ എന്ന് പറയുന്ന ഡിനോമിനേറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ x/y ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സം ഓഫ് ദി ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 18. ദാറ്റ് മീൻസ് x + y ഈസ് ഈക്വൽ ടു 18. നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ് വരുന്നത്? നമ്മുടെ ഡിനോമിനേറ്റർ മാത്രം ഒരു 2 കൂട്ടിയാൽ ആ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറും? 1/3 ആയിട്ട് മാറും എന്ന് പറയുന്നു. സോ x ഡിവൈഡഡ് ബൈ y + 2 ഈസ് ഈക്വൽ ടു 1/3. അങ്ങനെയാണെങ്കിൽ x into 3 is equal to 3x is equal to 1 into y plus 2 is equal to y plus 2. അപ്പോൾ എനിക്ക് 3x minus y is equal to എത്ര എഴുതാൻ പറ്റും? 2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ ആ ലീനിയർ ഇക്വേഷൻസിനെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ y എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ് ആൻഡ് അവരുടെ സിമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. x plus 3x is equal to 4x minus y plus y is equal to 0. 18 plus 2 is equal to 20. So x is equal to 5. അതായത് 20 divided by 4 is equal to 5. y is equal to എനിക്ക് 18 minus x എന്ന് പറയാൻ പറ്റും, which is equal to 13. ഓക്കെ, അപ്പൊ റിക്വയർഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y is equal to എത്രയാണ്? 5/13. ഓക്കെ, we are moving to the 8th question of our exercise 3.8. If 2 is added to the numerator of a fraction, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്താൽ ആ ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതേപോലെ if 1 is subtracted from the denominator, ഡിനോമിനേറ്ററിൽ നിന്നും 1 നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ 1/3 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ we have to find the fraction. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എടുത്തെടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ഫ്രാക്ഷന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ന്യൂമറേറ്ററിന് ഞാൻ x എന്നും ഡിനോമിനേറ്റർ y എന്നും പറഞ്ഞെടുത്താൽ ആ ഫ്രാക്ഷൻ എനിക്ക് x/y എന്ന് എഴുതാൻ പറ്റും. തന്നിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ന്യൂമറേറ്ററിന്റെ കൂടെ 2 കൂട്ടിയാൽ ആ ഒരു ഫ്രാക്ഷൻ 1/2 ആയിട്ട് മാറും. സോ x + 2 divided by y is equal to 1/2 എന്നതാണ് നമുക്ക് വേണ്ട ഫ്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പറയുന്നു ഡിനോമിനേറ്ററിൽ നിന്നും 1 കുറച്ചാൽ ആ ഫ്രാക്ഷൻ 1/3 ആയിട്ട് മാറും. സോ ആ ഫ്രാക്ഷൻ എങ്ങനെ വരും? x divided by y minus 1 എന്ന് പറയുന്നത് എന്താണ്? 1/3 ആയിട്ട് മാറും. ആൻഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x + 4 is equal to y ആണല്ലോ. അതേപോലെ 2x minus y is equal to -4 എന്നാണ് വരുന്നത്, which is taken as the first linear equation. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3x is equal to y minus 1. അപ്പൊ 3x ഈ ഒരു പ്ലസ് y ഇപ്പുറം വരുമ്പോൾ മൈനസ് y is equal to -1 എന്ന് കിട്ടും. ഞാൻ ഇത് കമ്പയർ ചെയ്യുമ്പോൾ y എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, അവരുടെ സിമ്പലും സെയിം ആണ്. സോ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ നിന്നും മറ്റൊരു ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ x ന്റെ കോഎഫിഷ്യന്റ് ആർക്കാണ് കുറച്ച് വലുത് നോക്കുക? സെക്കൻഡ് ഇക്വേഷൻ ആണ്. സോ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ എനിക്ക് x ന്റെ വാല്യൂ എത്ര കിട്ടും? 3x minus x is equal to 3x minus 2x is equal to x. ഓക്കെ, minus y minus of minus y is equal to minus y plus y. ഓക്കെ, ഇനി അടുത്തത് -1 minus of -4 is equal to -1 plus 4 is equal to 4 minus 1 which is equal to 3. ഓക്കെ, അപ്പൊ x is equal to 3. ഇനി y യുടെ വാല്യൂ എങ്ങനെ കൊടുക്കാം? ഇവിടെ നോക്കുക, ഇവിടുത്തെ ഒരു -5 അപ്പുറം പോകുമ്പോൾ +5 ആയിട്ട് മാറും. 2x ന്റെ കൂടെ ഈ ഒരു -4 ഇപ്പുറം വരുമ്പോഴത്തേക്ക് +4 ആയിട്ട് മാറും. അപ്പൊ 2x + 4 is equal to 2 into 3 is equal to 6. 6 + 4 is equal to 10. So our required fraction is എത്രയാണ്? 3/10 ആണ് വരുന്നത്. Okay. So we are moving to the 9th question of our exercise 3.8. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. The sum of the numerator and denominator of a fraction is 4 more than twice the numerator എന്നാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ പോലെ നമുക്ക് നമ്പർ അല്ല തന്നിരിക്കുന്നത്, ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമായിട്ട് വേരിയബിൾസ് തന്നെ വരത്തക്ക രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിന്റെ ട്വൈസിന്റെ കൂടെ, അതായത് ന്യൂമറേറ്ററിന്റെ ഡബിൾ, ഓക്കെ, അതിന്റെ കൂടെ 4 കൂട്ടുന്നതായിരിക്കും കിട്ടുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ആർ ഇൻക്രീസ്ഡ് ബൈ 3 ദേ ആർ ഇൻ ദ റേഷ്യോ 2:3. അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. 2:3 എന്ന് പറഞ്ഞാൽ നമുക്ക് 2
2/3 എന്ന് എഴുതാൻ പറ്റുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ തന്നെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്, റേഷ്യോ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പം ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും കൂടെ 3 നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റേഷ്യോ എത്രയായിട്ട് മാറും, 2:3. അതായത് നമുക്ക് 2/3 കൂടെ അതിനെ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലെ എടുത്തു കഴിഞ്ഞു എക്സ് ആൻഡ് വൈ, ആൻഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആണ്. എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, y എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സം x+y എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ ഡബിൾ, അതായത് ട്വൈസ് ദ ന്യൂമറേറ്റർ പ്ലസ് 4, 2x+4. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും ഞാൻ റീഅറേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് 2x-ൽ നിന്നും ഈ എക്സിനെ പറയുമ്പോൾ എത്ര കിട്ടും, x. ഓക്കെ, ഈ ഒരു -y അപ്പുറം പോകുമ്പോൾ എന്ത് കിട്ടും, സോറി, ഈ +y അപ്പുറം പോകുമ്പോൾ -y കിട്ടും. ഈ ഒരു +4 അപ്പുറം കൊണ്ടുപോകുമ്പോൾ -4 കിട്ടും. അപ്പൊ x - y = -4 ഈസ് ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഫസ്റ്റ് ഇക്വേഷന്റെ കൂടെയും സോറി ന്യൂമറേറ്ററിന്റെ കൂടെയും ഡിനോമിനേറ്ററിന്റെ കൂടെയും നമ്മൾ 3 ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റേഷ്യോ 2:3 എന്നായിട്ട് മാറും. ദാറ്റ് മീൻസ് നമുക്ക് 2/3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x + 9 = 2y + 6. അപ്പൊ 3x - 2y = 6 - 9 = -3. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷനിൽ നിന്നും ഞാൻ എക്സിനെ ഇൻ ടേംസ് ഓഫ് y റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ x = -3 plus 2y divided by 3, okay, which is taken as the third equation. I'm going to substitute the third equation in 1. Appo x - y = -4 ലെ x നെ പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, -3 plus 2y divided by 3 minus y = -4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -3 plus 2y, ഇവിടുത്തെ -y യുടെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, -3y. The whole divided by 3 എന്നാണ് വരുന്നത്. ആ 3 -4 ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 into 3 = -12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2y - 3y = -y = -12, -3 അപ്പുറം പോകുമ്പോൾ +3 ആയിട്ട് മാറും. Okay, അപ്പോൾ -y = -12 plus 3 = -9, which means y = 9. Okay, അപ്പോൾ y യുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്, ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ ഞാൻ x നും y ക്ക് പകരം 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും, x = -4 plus y എന്ന് പറഞ്ഞിട്ട് -4 plus 9, which is equal to 5. That means the required fraction x/y is equal to 5/9. Okay. So we are moving to the 10th question of our exercise. If the numerator of a fraction is multiplied by 2, ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 5. ഡിനോമിനേറ്ററിൽ നിന്നും 5 കുറയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും എന്നാണ് പറയുന്നത്, 6/5 ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ഡിനോമിനേറ്റർ ഈസ് ഡബിൾഡ്, ഡിനോമിനേറ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്ററിനെ 8 ഇൻക്രീസ് ചെയ്യണം, അതായത് 8 കൂടെ കൂട്ടിയാൽ ആ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറും എന്ന് 2/5 ആയിട്ട് മാറും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. ആ ഫ്രാക്ഷൻ x/y എന്നാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ന്യൂമറേറ്ററിനെ ഡബിൾ ആൻഡ് ഡിനോമിനേറ്ററിൽ നിന്നും 5 റെഡ്യൂസ് ചെയ്താൽ ആ ഫ്രാക്ഷൻ 6/5 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 2x divided by y minus 5 is equal to 6/5. ഇനി അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x into 5 is equal to 10x is equal to 6 into y minus 5 is equal to 6y minus 30. ഓക്കെ, ഇനി നമ്മൾ വേരിയബിൾസിനെ എല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും, 10x minus 6y is equal to -30. അപ്പൊ ഈ 3 ഇതും എന്താണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആയത്, 2 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഞാൻ ഇതിനെ 5x minus 3y is equal to -15 എന്ന് എഴുതി, which is taken as the first linear equation. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ കൂടെ 8 കൂട്ടി ഡിനോമിനേറ്ററിനെ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 2/5 ആണ് കിട്ടുന്നത്. x/8 divided by 2y is equal to 2/5. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into x is equal to 5x plus 8 into 5 is equal to 40 is equal to 2 into 2y is equal to 4y. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5x minus 4y is equal to എത്ര കിട്ടും, -40 എന്ന് കിട്ടും, which is taken as the second linear equation. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എക്സിന്റെ വേരിയബിൾസ്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, വേറെ സിംബലും സെയിം ആണ്. അപ്പൊ ഞാൻ ഒരു ഇക്വേഷനിൽ നിന്നും മറ്റൊരു ഇക്വേഷനെ കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷനെ കുറയ്ക്കുന്നു. 5x minus 5x is equal to 0. -4y minus of -3y is equal to -40 minus of -15. Okay, അപ്പോൾ -4y
minus of minus 3y എന്ന് പറയുന്നത് minus 4y plus 3y is equal to minus y, which is equal to minus 40 plus 15 എന്ന് പറയുന്നത് minus 25 ആണ്. So we get the value of y is equal to 25. Okay, ഇനി ഞാൻ x ൽ ഏതെങ്കിലും ഒരു വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x ന്റെ വാല്യൂ ഇത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് x is equal to minus 15 plus 3y divided by 5 എന്ന് പറഞ്ഞു കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ is equal to minus 15 plus 3 into 25 is equal to 75 divided by 5. Okay, അപ്പോൾ 75 minus 15 എന്ന് പറയുന്നത് 60 ആണ്, divided by 5 gives 12. Okay, so our required fraction is x by y is equal to 12 by 25. Okay, clear? So we are moving to the last question of our exercise 3.8. The sum of the numerator and the denominator of a fraction is 3 less than twice the denominator. Okay, അപ്പോൾ ക്ലിയർ ആയിരിക്കണം. ഒരു ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും സം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ ട്വൈസ്, ഓക്കെ, അതിൽ നിന്നും 3 കുറയ്ക്കുന്നതായിരിക്കും. അതേപോലെ if the numerator and denominator are decreased by 1, the numerator becomes half the denominator. ഓക്കെ, ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും നമ്മൾ 1 കുറച്ചാൽ നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിന്റെ പകുതി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ദി ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ എക്സും വൈയും ആണ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എക്സ് ബൈ വൈ എന്ന് പറയുന്നതാണ് ഫ്രാക്ഷൻ എങ്കിൽ നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് പറയാൻ പറ്റും ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ സം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ ഡബിളിൽ നിന്നും 3 കുറയ്ക്കുന്നതാണ്. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2y മൈനസ് 3. നമുക്ക് വേരിയബിൾസിനെല്ലാം ഒന്നിച്ച് കൊണ്ടുവരണം. അപ്പൊ എക്സ് പ്ലസ് വൈ ഇവിടെ ഒരു മൈനസ് 2y കൊണ്ടുവരുത്താം. നമുക്ക് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3, വിച്ച് ഈസ് ടേക്കൺ ആസ് ദി ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? ന്യൂമറേറ്ററിൽ നിന്നും 1 കുറയ്ക്കുന്നു, ഡിനോമിനേറ്ററിൽ നിന്നും 1 കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ പകുതിയാണെന്ന് പറയാൻ പറ്റും. അപ്പൊ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വൈ മൈനസ് 1. അപ്പൊ എങ്ങനെ എഴുതാം? ഈ ഒരു 1/2 ഉണ്ടല്ലോ, കോമൺ ആണ്. അപ്പൊ ഞാൻ ഇതിനോട് കൊണ്ടുവരുമ്പോൾ 2 ആയിട്ട് മാറും. അപ്പൊ 2x മൈനസ് 2 ഈസ് ഈക്വൽ ടു y മൈനസ് 1. അപ്പൊ 2x മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 1. Okay, അപ്പോൾ which is taken as the second equation. അപ്പം equation 2 minus equation 1. കാരണം എന്താണ്? y യുടെ വേരിയബിൾസ് സെയിം ആണ്, സിമ്പലും സെയിം ആണ്. സോ ഒരു ഇക്വേഷനെ മറ്റൊരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എനിക്ക് എക്സിന്റെ വാല്യൂ 4 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കാരണം എന്താണ്? 2x ൽ നിന്ന് x പോകുമ്പോഴത്തേക്കും വെറും x ആയിട്ട് മാറി. മൈനസ് y ൽ നിന്നും മൈനസ് ഓഫ് മൈനസ് y, അപ്പൊ മൈനസ് y പ്ലസ് y is equal to 0. 1 മൈനസ് ഓഫ് മൈനസ് 3 is equal to 1 plus 3 is equal to 4. അപ്പൊ എക്സിന്റെ വാല്യൂ 4 കിട്ടി. y യുടെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും? ഈ ഒരു മൈനസ് 5 അപ്പുറം കൊണ്ടുവന്നു, ഈ മൈനസ് 3 ഇപ്പുറം കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും y is equal to x plus 3 എന്ന് എഴുതാൻ പറ്റും. ദാണ്ടെ is equal to 4 plus 3 is equal to 7 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? x by y is equal to എത്രയാണ്? 4/7 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സസൈസിൽ നമ്മൾ ഫുള്ള് ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന 3rd ചാപ്റ്ററിന്റെ എക്സസൈസും അതേപോലെ ഇൻട്രൊഡക്ഷൻ എല്ലാം തീരെയാണ്. അപ്പോ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എന്റെ ഈ വീഡിയോസും അതിലുള്ള കണ്ടന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ആൻഡ് അസ്സലാമു അലൈക്കും.